അറബ് സൂപ്പർ കപ്പിൽ അൽ ഹിലാലും അൽ നാസറും ഏറ്റുമുട്ടിയ സമയത്ത് അൽ നാസർ പരാജയപ്പെട്ടു. 2-1 അൽ നാസർ പരാജയപ്പെട്ടത്. പക്ഷെ ആ ഒരു മത്സരം മൊത്തത്തിൽ ഫയർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കളിയിലെ 88-ാം മിനിറ്റിൽ റൊണാൾഡോ റെഡ് കാർഡ് വാങ്ങിക്കൊണ്ട് മൈതാനം വിട്ടു. ആ ഒരു ഇൻസിഡന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ് ഞാൻ പറയുന്നത്. ഒരിക്കലും ആ ഒരു റെഡ് കാർഡ് എന്ന് പറയുന്നത് റൊണാൾഡോക്ക് മാത്രം കിട്ടേണ്ട ഒരു കാര്യമല്ല, ഇരുവർക്കും കിട്ടേണ്ടതായിരുന്നു. നമ്മൾ ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും, അൽ നാസറിനാണ് ത്രോ ലഭിക്കുന്നത്. വളരെ ക്വിക്കായിട്ട് റൊണാൾഡോ അത് എടുക്കാൻ ശ്രമിക്കുന്നു. ആ ഒരു സമയത്ത് അൽ ഹിലാലിന്റെ ഡിഫൻഡർ റൊണാൾഡോയെ ഡിഫെൻഡ് ചെയ്യുകയാണ്. അദ്ദേഹത്തിന്റെ ചെസ്റ്റ് കൊണ്ടും അതുപോലെ തന്നെ കൈകൾ കൊണ്ടും അദ്ദേഹം റൊണാൾഡോയെ ഡിഫെൻഡ് ചെയ്തു. അതുമൂലമാണ് റൊണാൾഡോ അദ്ദേഹത്തിന്റെ ചെസ്റ്റിലേക്ക് ഒരു പഞ്ച് കൊടുക്കുന്നതും അങ്ങനെ അദ്ദേഹം മൈതാനത്ത് പിച്ചിൽ വീഴുകയായിരുന്നു ചെയ്തത്. റോങ് പറയുകയാണെങ്കിൽ രണ്ടുപേരത്ത് റോങ് ഉണ്ട്. റൊണാൾഡോ ചെസ്റ്റിലേക്ക് പഞ്ച് ചെയ്തതും അതുപോലെ തന്നെ അദ്ദേഹം വളരെ ക്വിക്കായിട്ട് റൊണാൾഡോ ത്രോ എടുക്കാൻ ശ്രമിച്ച സമയത്ത് തന്റെ ചെസ്റ്റ് കൊണ്ടും കൈ കൊണ്ടും അദ്ദേഹം അവിടെ തടഞ്ഞതും രണ്ടുപേരെടുത്ത് റോങ് ഉണ്ട്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും റെഡ് കാർഡ് ലഭിക്കേണ്ട ഒരു ഫൗള് തന്നെയായിരുന്നു കളിക്കളത്തിൽ കണ്ടത്. പക്ഷേ റഫറി റൊണാൾഡോക്ക് മാത്രമാണ് 88 മിനിറ്റ് റെഡ് കാർഡ് കൊടുത്തത്. അതിനുശേഷം റൊണാൾഡോ നടന്നു പോകുന്ന സമയത്ത് തനിക്ക് മാത്രമാണോ റെഡ് കാർഡ് എന്ന് ചോദിക്കുകയും അവന് റെഡ് കാർഡ് ഇല്ലേ എന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ അതിനുശേഷം റൊണാൾഡോ മൈതാനം വിടുന്ന സമയത്ത് റഫറിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹത്തെ ഫണ്ണിയായിട്ട് അദ്ദേഹത്തെ വളരെ കളിയാക്കിക്കൊണ്ടാണ് റൊണാൾഡോ മൈതാനം വിട്ടത്. എനിവേ എന്തൊക്കെ പറഞ്ഞാലും റൊണാൾഡോക്ക് റെഡ് കാർഡ് കിട്ടുന്ന സമയത്ത് മൈതാനത്ത് പൊരിഞ്ഞ അടി തന്നെയായിരുന്നു നടന്നത്. ആ ഒരു സമയത്ത് അൽ ഹിലാലിന്റെ മറ്റൊരു പ്ലെയർ റൊസോവിക്കിന്റെ ബാക്കിൽ വന്ന് പുഷ് ചെയ്യുന്നതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഒക്ടാവിയും കൗലിവെല്ലിയും അടിവെക്കുന്നതായിട്ട് കണ്ടു. അതിനുശേഷം ഒക്ടാവിയോ അൽ ഹിലാലിന്റെ മറ്റൊരു പ്ലെയറുമായിട്ടും വാക്ക് തർക്കമുണ്ടാകുന്നതായിട്ട് കണ്ടു. എനിവേ എന്തൊക്കെ പറഞ്ഞാലും റൊണാൾഡോക്ക് മാത്രമാണ് റഫറി റെഡ് കാർഡ് കൊടുത്തത്. ഒരിക്കലും റൊണാൾഡോക്ക് മാത്രം ലഭിക്കേണ്ട ഒന്നല്ല, രണ്ടുപേർക്കും റെഡ് കാർഡ് ലഭിക്കേണ്ട ഒരു ഇൻസിഡന്റ് ആണ് നടന്നത്. പക്ഷേ റഫറി റൊണാൾഡോക്ക് മാത്രമാണ് കൊടുത്തത്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേർക്കും റെഡ് കാർഡ് കിട്ടേണ്ട ഒരു ഇൻസിഡന്റ് തന്നെ ആയിരുന്നു. സോ അതങ്ങനെയല്ല നടന്നത്. വളരെ ബാഡ് ആയിട്ടുള്ള ഒരു റഫറിംഗ് ആണ് അൽ ഹിലാലും അൽ നാസറും തമ്മിലുള്ള മത്സരത്തിൽ നടന്നത്. സോ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ അവസാനിപ്പിക്കുന്നു. ബൈറ്റ്സ് മീ സ്കോറേഴ്സ് മൈൻ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കരുത്. ഓക്കെ.